മോനെ എന്താ ഇത് സെറ്റപ്പ് ആണോ ചേട്ടാ? ഇത് BMW യെല്ലോ കളർ. ഇത് സെറ്റപ്പ് ഗിയർ ബോക്സ് ആണോ എന്ന് ചേട്ടാ? ഇത് ഫുള്ളി ഓട്ടോമാറ്റിക്. ചവിട്ടി കൊടുത്ത നമ്മുടെ സിനിമയിൽ കാണിച്ച കണക്ക് ഇത് ZF ഗിയർ ബോക്സിൻ്റെതല്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സാർ. ഇത് വന്നിട്ട് നമ്മുടെ മൾട്ടിട്രോണിക് CVT വരുന്ന ഗിയർ ബോക്സ് വരുന്ന വണ്ടിയായ Audi A4 A6 വണ്ടികളിൽ വരുന്ന മെക്കട്രോണിക്സ് യൂണിറ്റ് ആണിത്. ഇത് എന്തിനാണ് നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് കംപ്ലൈൻ്റ് ആയിട്ട് ഇത് പ്രോഗ്രാം ചെയ്യാനായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പ്രോഗ്രാം ചെയ്യാം. ഒന്ന് വന്നിട്ട് വണ്ടിക്കകത്ത് വെച്ച് ODS പോലുള്ള ഇതിൻ്റെ ജെനുവിൻ ടൂൾ വെച്ചിട്ട് ഓൺലൈൻ പ്രോഗ്രാം ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിളിൽ ഇറക്കി വെച്ചിട്ട് അതേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഡിവൈസുകൾ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പം നമുക്കിത് പ്രോഗ്രാം ചെയ്യാനായിട്ട് വന്നതാണ്. ഇതാണ് ഇതിൻ്റെ പഴയത്. ഇത് പുതിയത് നമ്മളിപ്പോൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഗിയർ ബോക്സിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റുള്ള ഗിയർ ബോക്സിൻ്റെ മെക്കട്രോണിക്സ് യൂണിറ്റിനെ അപേക്ഷിച്ചിട്ട് കംപ്ലൈൻറ്റ് വളരെ കുറവാണ്. അത് മാത്രമല്ല ഇത് നല്ല സ്മൂത്ത് ഡ്രൈവിംഗ് ആയിരിക്കും. പക്ഷേ ഇത് ഹൈ ടോർക്ക് വരുന്ന വണ്ടികൾക്ക് അത്ര അങ്ങോട്ട് അനുയോജ്യമായിട്ടുള്ളൊരു സാധനമല്ല. പിന്നെ ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി എപ്പോഴും മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് വണ്ടിക്ക് അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. അപ്പോൾ ഇതൊരു ഇൻഫർമേഷനായിട്ട് നമ്മൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.